എഴുപതുകളിലെ ആ കാളവണ്ടി യാത്രയാണ് ഇന്നത്തെ ചന്ദ്രയാനും മംഗളയാനും. ഇസ്രോയുടെ ചരിത്ര വിജയത്തിന് പിന്നിലെ ആ 673 കിലോ വിസ്മയം ഇന്ന് ലോക ബഹിരാകാശ രാജ്യത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. ചന്ദ്രനും അതുപോലെ തന്നെ സൂര്യനിലേക്കുമുള്ള ദൗത്യങ്ങളിലൂടെ തന്നെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആഗോള ശ്രദ്ധ നേടുകയാണ്. എന്നാൽ ഈ വിജയങ്ങൾക്കൊന്നും തന്നെ അതിന് പിന്നിൽ അതിസമ്പന്നമായ വിഭവങ്ങളോ വൻ സാങ്കേതിക സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പരിമിതമായ സാഹചര്യങ്ങളിൽ പോലും അസാധാരണമായ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അർപ്പണബോധമാണ് ഇന്നത്തെ നേട്ടങ്ങളുടെ അടിത്തറയായി തന്നെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് 1981 ജൂൺ 18 ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ നിർണായകമായ ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ആദ്യ തദ്ദേശ പരീക്ഷണാത്മക വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ സാറ്റലൈറ്റ് വിജയകരമായി തന്നെ ഭ്രമണപഥത്തിലെത്തിയ ദിനമായിരുന്നു അത്. ഇന്ത്യയുടെ വർത്തമാന വിനിമയ സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ഈ ദൗത്യം രാജ്യത്തിന്റെ ബഹിരാകാശ സ്വയം പര്യാപ്തതയിലേക്കുള്ള ആദ്യ വലിയ ചുവടുവെപ്പായി തന്നെ മാറുകയും ചെയ്തു. എന്നാൽ ആ നേട്ടങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ജനമനസ്സുകളിൽ പതിഞ്ഞത് മറ്റൊരു ചിത്രം കൂടിയുണ്ട്. ഏകദേശം 673 കിലോഗ്രാം ഭാരമുള്ള ആപ്പിൾ ഉപഗ്രഹ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശാസ്ത്രജ്ഞർ അവിടെ കാളവണ്ടി ഉപയോഗിച്ചു എന്നതാണ് ഇതിലെ ചരിത്രം. ഇന്ന് അത്യാധുനിക വിക്ഷേപണ കേന്ദ്രങ്ങളും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുമുള്ള ഇന്ത്യയെ നോക്കുമ്പോൾ ആ ചരിത്രം ഒരു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി തന്നെ മാറിയിരിക്കുകയാണ്. സൗകര്യങ്ങളുടെ കുറവ് സ്വപ്നങ്ങളെ തടയില്ല എന്ന് തെളിയിച്ച ആ തലമുറയുടെ കഥയാണ് ആപ്പിളിന്റെ കഥ എന്നത്. പരിമിതമായ വിഭവങ്ങളിലൂടെയും ലോകോത്തര നേട്ടങ്ങൾ കൈവരിക്കാമെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അന്നത് തെളിയിക്കുകയാണ് ചെയ്തത്. ആപ്പിളിലൂടെ ആരംഭിച്ച യാത്രയാണ് പിന്നീട് വലിയ രീതിയിൽ അത് GSLV, ചന്ദ്രയാൻ, മംഗളയാൻ, ആദിത്യ L1 തുടങ്ങിയ ചരിത്ര വിജയങ്ങളിലേക്ക് ഇന്ത്യ എത്തിച്ചത്. ഇന്ന് KSRTCയുടെ ഓരോ വിജയവും ആഘോഷിക്കുമ്പോൾ കാളവണ്ടിയിൽ സഞ്ചരിച്ച ആ ഉപഗ്രഹത്തെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും ഓർക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയുടെ ബഹിരാകാശ സാമ്രാജ്യത്തിന്റെ അടിത്തറ പാകിയത് ആ സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു. കാളവണ്ടിയിൽ നിന്ന് ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും എത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ അസാധാരണമായ യാത്രയുടെ പ്രതീകം കൂടിയാണ് ആപ്പിൾ എന്നത്. അതേപോലെ തന്നെ ഉപഗ്രഹത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിൽ അതിൻ്റെ ആ ഒരു ആന്റിനയുടെ ടെലിമെട്രി, ട്രാക്കിംഗ്, കൺട്രോൾ ഇതെല്ലാം തന്നെ ഇതിന്റെ ലിങ്കുകൾ ചില സാങ്കേതിക തടസ്സങ്ങൾക്ക് ശാസ്ത്രജ്ഞർ വലിയ രീതിയിൽ അത് കണ്ടെത്തുകയും ചെയ്തു. ഇത് കൃത്യമായി പരിശോധിച്ച് പരിഹരിക്കാൻ തെർമൽ ബ്ലാങ്കറ്റുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആന്റി ടെസ്റ്റിംഗ് ലാബുകൾ അന്ന് അവിടെ ISROയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു ട്രക്കുകളിലോ അല്ലെങ്കിൽ മറ്റു വലിയ വാഹനങ്ങളിലേക്കോ വെച്ച് പരീക്ഷിച്ചാൽ അതിലെ ലോകഭാരങ്ങൾ ആ ഒരു കാന്തിക തരംഗങ്ങളെ സ്വാധീനിക്കുകയും പരീക്ഷണം പരാജയപ്പെടുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ തികച്ചും തദ്ദേശീയവും ലളിതവുമായ മാർഗമായിരുന്നു കാളവണ്ടി എന്നത്. കാന്തിക സ്വാധീനം ഒട്ടുമില്ലാത്ത മരത്തിൽ തീർത്ത ഒരു കാളവണ്ടിയിലേക്ക് ഉപഗ്രഹം മാറ്റി അവർ അതിനെ തുറസായ ഒരു പാടത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അതിനെ വിജയകരമായി തന്നെ പരീക്ഷിച്ച് അതിൻ്റെ തകരാർ പരിഹരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വ്യവസായശാലകളുടെ താൽക്കാലിക ഷെഡ്യൂളുകൾ വെച്ചുകൊണ്ട് വെറും 2 വർഷം കൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഈ അത്ഭുത ഉപഗ്രഹം ഇവിടെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.